ഇങ്ങനെ പോയാൽ എക്സാമിൽ പൊട്ടുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള സംഭവമാണ്. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഇപ്പോഴും പറയുന്ന കുട്ടികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം അറിയോ? ഇതേ പ്രശ്നം തന്നെയാണ് നിങ്ങൾക്കും ഉള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അല്ല, ഈ പ്രശ്നങ്ങളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. എന്താണ് സാറേ ആ ഒരു പ്രശ്നം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയാൽ എക്സാമിൽ പൊട്ടുമെന്ന് പറയാനുള്ള കാരണം? അതാണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾക്കിവിടെ എവിടെയെങ്കിലൊക്കെ എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാര്യങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ട്. യെസ്, അതായത് ഇനി നമുക്ക് മുന്നിലുള്ള ദിവസം എത്രയാണെന്ന് അറിയാം മക്കൾക്ക്? എത്ര ദിവസമാണുള്ളതെന്ന് ഒന്ന് വെറുതെ ഒന്ന് കൂട്ടി വെക്കുക. ഇന്ന് ഏകദേശം ഞാൻ വീഡിയോ ചെയ്യുന്നത് 9-ാം തീയതിയാണ്, ജനുവരി 9-ാം തീയതി. ഓക്കെ, 10-ാം തീയതി റൗണ്ട് ചെയ്ത് പറയാം. ഈ മാസം ഒരു 20 ദിവസമുണ്ട്, അടുത്ത മാസം ഒരു 15 ദിവസം. അതായത് 16-ാം തീയതി മുതൽ നമ്മുടെ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അതായത് ഈ മെയിൻ എക്സാമിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ട്രയലാണ് ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് മുന്നിലുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 ദിവസമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. 35 ദിവസം ഉള്ളൂ എന്നറിഞ്ഞിട്ട് പോലും ഈ പല കുട്ടികളും എന്നോട് പറയുന്ന കാര്യം എന്ത്? സാറെ പഠിക്കാൻ ഇപ്പോഴും ഒരു മൂഡ് വന്നിട്ടില്ല, സാറെ പഠിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് യാതൊരു എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, ഇനിയിപ്പോൾ പഠിക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലൊക്കെ നിൽക്കുകയാണ്. ഏത് ദിവസം? നിങ്ങൾ ജൂൺ മാസത്തിലല്ല നിൽക്കുന്നത്, നിങ്ങൾ ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലല്ല നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൂർ പോകുന്ന, അല്ലെങ്കിൽ സ്കൂളിൽ സ്പോർട്സ് നടക്കുമ്പോൾ, ആർട്സ് നടക്കുമ്പോൾ ഉള്ള സമയത്ത് പറയുന്നതല്ല. കാരണം സ്കൂളിൽ സ്പോർട്സും ആർട്സൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും, ഇതൊക്കെ സ്വാഭാവികമാണ്, പഠിക്കാൻ മൂടൊന്നും ഉണ്ടാവില്ല. പക്ഷേ വെറും 35 ദിവസം മാത്രം ഉണ്ടാകുമ്പോഴും ഞങ്ങളെ പഠിപ്പിക്കാൻ ആരുമില്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ തയ്യാറാണോ? ഇത് ഞാനൊരു ബാച്ചിൻ്റെ വീഡിയോ ആയിട്ടല്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പഠിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. ഞാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് ലാസ്റ്റുള്ള ഒരു പിടിവള്ളി എന്ന് പറയില്ലേ, നമ്മുടെ പിടിവള്ളിയാണ് ഞാൻ പറയുന്നത്. അത് ബൂസ്റ്റർ ബാച്ച് എന്നുള്ളൊരു നമുക്ക് തരാൻ പറ്റുന്നത്. എന്താ സാറേ, ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഈ 35 ദിവസം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നതാണ്? ഒരിക്കലുമല്ല. ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്തുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടില്ല. അങ്ങനെ തന്നെ ഞാൻ പറയും. പക്ഷെ എന്തുകൂടി ചെയ്യണം? നമ്മൾ നിങ്ങളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യം ഞങ്ങൾ പറയുന്നത്, മെൻറ്റർമാർ പറയുന്നത്, ബാക്കിയുള്ള ആരൊക്കെയാണോ നിങ്ങളുടെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് എത്ര മാർക്കാണോ കിട്ടിയത്, വീണ്ടും ഞാൻ പറയട്ടെ, ക്രിസ്മസ് എക്സാമിന് എത്ര മാർക്കാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിൻ്റെ ഒരു എത്രയോ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും മോഡൽ എക്സാമിന് കിട്ടുന്നുണ്ടാവുക. എന്നിട്ട് മോഡൽ എക്സാം 20-ാം തീയതി ആകുമ്പോഴേക്ക് കഴിയും. പിന്നെയും നിങ്ങൾക്കുണ്ട് ഒരു 10-15 ദിവസം. ആ 10-15 ദിവസം നിങ്ങളെങ്ങനെ ആട്ടി നന്നായിട്ട്, അതായത് വെളിച്ചെണ്ണ ആട്ടുന്ന ഒരു സംഭവമില്ലേ, ഈ കൊപ്ര ആട്ട എന്നൊക്കെ പറഞ്ഞത്, തേങ്ങ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്ന പോലെ എന്നിട്ട് വെളിച്ചെണ്ണായി വരുന്ന പോലെ, അതേപോലെ ഇനിയുള്ള, അതായത് മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള 15 ദിവസം നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലൂടെ നിങ്ങളെ വേറെ ലെവൽ സെറ്റാക്കി തരും. അപ്പോൾ ഇനി വൈകരുത്. ഇനി വൈകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തോന്നലുകൾ ഇങ്ങനെ അധികരിച്ചു വരും. ആ തോന്നലുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പുസ്തകത്തിനോടുള്ള അകലം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പുസ്തകത്തിനോടുള്ള അകലം കൂടിക്കൊണ്ടേയിരിക്കുകയും ഈ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും നിങ്ങൾക്ക് പിന്നെ ഒന്നിനോടും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. എല്ലാത്തിനോടും മടുപ്പായിരിക്കും. നിങ്ങളുടെ വീട്ടുകാരോട് മടുപ്പായിരിക്കും, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് മടുപ്പായിരിക്കും, ചുറ്റുഭാഗത്തിനോട് നിങ്ങൾക്ക് മടുപ്പായിരിക്കും. അങ്ങനെ മടുപ്പില്ലാതെ നിങ്ങൾക്ക് പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി, അത് +1 ആവട്ടെ +2 ആവട്ടെ, ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എക്സാമിൽ പൊട്ടൂല. അല്ലാത്ത പക്ഷം ഇനി പഠിക്കാൻ മൂടില്ല, ഞങ്ങൾക്ക് മൂടില്ല. എന്നാണ് ഈ മൂഡ് വരാൻ നിങ്ങൾ പറയുന്നത്? അതായത് നിങ്ങൾക്ക് എന്നാണ് ഒരു താല്പര്യം വരുന്നത് അത് പറ. എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് താല്പര്യം വരാം? 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഡൊണേഷൻ കൊടുത്ത് കോളേജിൽ അഡ്മിഷൻ വരുമ്പോൾ ആ സമയത്താണ് നിങ്ങൾക്ക് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഇൻട്രസ്റ്റ് വരുന്നത്? അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ കളിയാക്കാൻ നിൽക്കുമ്പോഴാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരിക? അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിയൊരുങ്ങി 2 വർഷക്കാലം അല്ലെങ്കിൽ ഇത്രയും വർഷക്കാലം നിങ്ങൾ കോളേജിൽ പോയിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട്, അങ്ങനത്തെ ഞാൻ പറയാം, സ്കൂളിൽ പോയിട്ട് എന്തുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റുഭാഗം പറയുന്നത് കേൾക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരിക?
എടാ ഇനിയെങ്കിലും ഇൻട്രസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ, മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ദിവസങ്ങൾ അധികമൊന്നുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരുടെ കാല് പിടിച്ച് സീറ്റ് വാങ്ങേണ്ട ദിവസങ്ങൾ അധികമൊന്നും മുന്നിലില്ല. ഡൊണേഷൻ കൊടുത്താലും സീറ്റ് തരാത്ത പല കോളേജുകളും നിങ്ങൾ വരാന്തകളുടെ തിണ്ണകൾ കയറി ഇറങ്ങേണ്ടി വരും. നിങ്ങൾ മാനേജറുടെ റൂം കയറി ഇറങ്ങേണ്ടി വരും. മാനേജർ വരാൻ വൈകുന്നേരമാവും എന്ന് പറയുമ്പോൾ രാവിലെ പണി ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ കൂടെ വന്ന അച്ഛൻ വൈകുന്നേരം വരെ അവിടെ ഇരിക്കേണ്ടി വരും. ഉച്ചക്കുള്ള ഭക്ഷണത്തിന് 2 പേർക്ക് പൈസ ഇല്ലാത്ത സന്ദർഭം വരുമ്പോൾ അച്ഛൻ നിങ്ങളോട് പറയും, മോള് പോയി കഴിച്ചോ, മോന് പോയി കഴിച്ചോ, എനിക്ക് വയറ് വിശക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയും. അങ്ങനത്തെ അവസരം കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരിക? എപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരിക? ഈ രൂപത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് മുന്നിലുമുള്ള അവസാനത്തെ പിടിവള്ളിയാണ് മക്കളെ ബൂസ്റ്റർ ബാച്ച് എന്നുള്ളത്. അവസാനത്തെ പിടിവള്ളിയാണ്. ഇത് പിടിച്ചോളൂ, ഇതൊരു മുറുകെ പിടിച്ചോളൂ. ഇതൊരു അവസാനത്തെ പിടിവള്ളി എന്നല്ല, ഇതാണ് നമ്മുടെ ഒരു ആശ്വാസവാക്ക്. നമ്മൾ കൂടെ തന്നെ ഉണ്ട് മക്കൾ. നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളോട് നിങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മതി. നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, സെറ്റാക്കണം. നമുക്ക് എന്തിനാണ് പേടിക്കുന്നത്? നമ്മളൊക്കെ ഉണ്ട് കൂടെ. ഭയം മാറ്റി വെച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് ബൂസ്റ്റർ ബാച്ച് തന്നെയല്ലേ, ഞങ്ങൾ ജോയിൻ ചെയ്താലോ? ചെറിയ പൈസയുള്ളടാ, 10,000 20,000 50,000 അല്ല ചോദിക്കുന്നത്, 2,000 താഴെയുള്ളൂ. ഒരു 4 മന്തിയോ അല്ലെങ്കിൽ ഒരു ടൂറ് പോകുന്ന പൈസ മാത്രമുള്ളടാ. നിങ്ങളുടെ ലൈഫ് സെറ്റാകാൻ വേണ്ടിയാണ്. ഇനിയും നിങ്ങൾ ചിന്തിക്കുക. ഇനി ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ നമ്മുടെ കൂടെ കൂടിയാൽ മതിയെന്ന് മാത്രം പറയുകയാണ്. ഇനി കൂടിയില്ലെങ്കിലും നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കുക, സെറ്റാക്കാം. താങ്ക് യു.